ട്രെയിനിലെ ശുചിമുറിയിൽ യുവതിയുടെ ഫോൺ നമ്പർ എഴുതി വെച്ചെന്ന് പരാതി. മലപ്പുറം വളാഞ്ചേരി സ്വദേശിയുടെ നമ്പറാണ് എഴുതി വെച്ചത്. അശ്ലീല ഫോൺ കോളും സന്ദേശവും പതിവായതോടെ പൊറുതിമുട്ടിയിരിക്കുകയാണ് യുവതിയെന്ന് 24 മനസ്സിലാക്കുന്നു. ഞാൻ നിങ്ങളെ നമ്പർ കുറെ അങ്ങനെ വിളിച്ചതാ. നമ്പർ ട്രെയിനിൽ നിന്ന് കിട്ടിയത് അങ്ങനെ വിളിച്ചതാ. രാവിലെ വിളിച്ച ആളാണോ? രാവിലെ വിളിച്ച. നിങ്ങൾ കാര്യം പറയട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കും. രാവിലെ വിളിച്ചാലേ ഞാൻ അപ്പൊ വിളിച്ചാ. ഇപ്പൊ ഒരു മിസ് കോൾ വന്നിട്ട് ഞാൻ മിസ് കോൾ അടിച്ചിട്ടുണ്ടാവുന്നത് വിളിച്ചിട്ടുണ്ടാവും. നിങ്ങൾ കാര്യം പറഞ്ഞോളി, പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കും. ഞാനേ ട്രെയിനിൽ നിന്ന് കിട്ടിയ നമ്പർ അപ്പൊ വെറുതെ അടിച്ചു നോക്കിന്ന് മാത്രം, വിളിച്ചിട്ടില്ല. അടിച്ചിട്ടുള്ളൂ. ആരെ തന്ന നമ്പർ? അവിടെ ബാത്റൂമിൽ ആരോ എഴുതി വെച്ചിരിക്കുക. ഈ ബാത്റൂമില്? ട്രെയിനിന്റെ മറ്റേ കണ്ണൂര്. കണ്ണൂർ ഏ ട്രെയിനാണ്? മെമ്മോ. മെമ്മോ എന്ന്? ഇന്ന് രാവിലെ കണ്ടേ. നിങ്ങൾ മെമ്മോയിലെ പോന്ന്? അപ്പൊ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനോ? ഞാൻ ആ ഫോട്ടോ എടുത്തില്ല കേട്ടോ. ഞാൻ ഇനി കുഴപ്പമില്ല, വൈകുന്നേരം പോകുമ്പോ ഇട്ടാരാ. വീണ്ടും ഒരു 8-8:30 വീട്ടിൽ കൂടുന്നു. അപ്പം ഞാൻ ചോദിച്ചത് ആരാണ് എന്താ വെച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് എങ്ങനെ നമ്പർ കിട്ടി, എന്താ ഉദ്ദേശം പറഞ്ഞ് നമ്പർ കിട്ടി വെച്ചപ്പോൾ പറഞ്ഞു, ഞാൻ സോറി എനിക്ക് ആരും തന്നതല്ല, നമ്പർ എവിടെ നിന്ന് കിട്ടിയത്, ആരും തന്നതല്ല, എനിക്ക് ട്രെയിനിൽ നിന്ന് കിട്ടിയതാണ് പറഞ്ഞു. അവിടെ വീട്ടിൽ എവിടെ എഴുതിക്കണോ ചോദിച്ചു. അപ്പം പറഞ്ഞു ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ നേരെ ബാക്കിലെ കമ്പാർട്ട്മെൻറ്റിൽ ശുചിമുറിയിലാണ് എഴുതിക്കുന്നത് പറഞ്ഞു. അപ്പം നിങ്ങൾക്കൊന്ന് വായിച്ച് കളയാനില്ല ചോദിച്ചു. അതിന് പറ്റിയില്ല. അപ്പം നിങ്ങൾ ഫോട്ടോ എടുക്കാമെന്ന് വെച്ചു. എനിക്ക് അതിനും പറ്റിയില്ലായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ തിരിച്ച് വരുമ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഇങ്ങനെ കുറേ കോൾ വന്നുകൊണ്ടിരിക്കല്ലോ പറഞ്ഞു. ഈ സംശയമുള്ള ആൾ പറഞ്ഞില്ലേ, അവർ കുറച്ച് ശത്രുത എനിക്കുണ്ട്. അവരെൻ്റെ ഫോണിലേക്ക് കുറച്ച് അശ്ലീല കമൻറ്റ് വിട്ടിട്ട് അതൊന്നും എൻ്റെ ഫോണിലുണ്ട്. അതുമായി ഞാൻ പലപ്പോഴും സൈബർ സെല്ലിൽ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ആ കേസ് അവരെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആളുകൾക്ക് എന്തൊരു ശുഷ്കാന്തിയാന്ന് നോക്കിയാൽ, ശുചിമുറി അടിയന്തരമായി കയറുമ്പോൾ ആ ഫോൺ നമ്പർ കാണുമ്പോൾ ഉടനെ വിളിച്ചു നോക്കുക, കാര്യങ്ങൾ പറയുക, അശ്ലീലങ്ങൾ അയക്കുക. മലയാളികളെ സമ്മതിക്കണം, അവർ തൊഴിൽരാഹിത്യം കൂടുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നു. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ശരിയാണ്. സമീർ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ ചേച്ചിക്ക് ഇനി ഒരു കാരണവശാലും ഈ ഫോൺ ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എത്രയോ ആൾക്കാർ ഈ മെമു ട്രെയിനിൽ ഈ നമ്പർ കണ്ടു കാണും. അവർ നിരന്തരം ഇന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. മറ്റേ ജോലി കുറവാണല്ലോ നമുക്ക്. അതേ സ്കാൻ, ഈ നിരന്തരമായുള്ള അശ്ലീല ഫോൺ കോളുകളും ഈ സന്ദേശങ്ങളും വരുന്നത് മൂലം ആകെ പൊറുതിമുട്ടി നിൽക്കുകയാണ് വളാഞ്ചേരി സ്വദേശിനിയായിട്ടുള്ള ഈ യുവതി. ഈ കണ്ണൂർ ഷൊർണൂർ മെമു എക്സ്പ്രസിൻ്റെ ശുചിമുറിയിലാണ് ഇവരുടെ ഫോൺ നമ്പർ ഉള്ളത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള നിരവധി ഫോൺ കോളുകൾ വന്ന സമയത്ത് അത് അന്വേഷിച്ചപ്പോഴാണ് ശുചിമുറിയിൽ ഇവരുടെ നമ്പർ എഴുതി വെച്ച കാര്യം അറിയുന്നത്. അങ്ങനെ അശ്ലീലമായ ഒരു കമൻറ്റോട് കൂടിയാണ് ഈ നമ്പർ എഴുതിയത് എന്നുള്ളതാണ് ഈ യുവതി മനസ്സിലാക്കുന്നത്. അങ്ങനെ തുടർച്ചയായി ഫോൺ കോളുകൾ വരുന്നു, രാവും പകലും എന്ന വ്യത്യാസമില്ലാതെ തുടർച്ചയായി ആളുകൾ വിളിക്കുന്നു, അശ്ലീലം പറയുന്നു. അങ്ങനെ ആകെ പൊറുതിമുട്ടി വല്ലാത്തൊരു പ്രയാസത്തിലൂടെയാണ് ഈ യുവതി കടന്നു പോകുന്നത് എന്നുള്ളതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ യുവതി സൈബർ പോലീസിനെയും പരാതി നൽകിയിരിക്കുകയാണ്. ഏതാണ്ട് മാസങ്ങൾക്ക് മുൻപ് സമാനമായ അനുഭവം ഇവർക്കുണ്ടായിരുന്നു. ഇതേ ട്രെയിനിൽ തന്നെ ശുചിമുറിയിൽ ഇവരുടെ ഫോൺ നമ്പർ ഏതോ ഒരു വിരുദ്ധൻ എഴുതി വെക്കുകയും അതുമായി ബന്ധപ്പെട്ട് അവർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ നമ്പറൊക്കെ തന്നെ മായ്ച്ചു കളഞ്ഞിരുന്നു. പിന്നാലെ ഇവർക്ക് സംശയമുള്ള ഒരാളെ പോലീസിന് പറഞ്ഞു കൊടുത്തെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട യുവതി പരാതിയായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ ഇവർ ഉന്നയിക്കുന്ന ഒരു ആവശ്യം തനിക്ക് സംശയമുള്ള ആളെ ചോദ്യം ചെയ്യണം, മാത്രമല്ല ഇത്തരത്തിൽ ട്രെയിന് പരിശോധന നടത്തിയതെല്ലാം തന്നെ മാടിച്ചു കളയണം, തനിക്കൊരു സമാധാനം തരണം എന്നുള്ളതാണ് ഈ യുവതി 24-നോട് ആവശ്യപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് അധികൃതരോടുമായി ഇവർക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. എന്തൊക്കെ തരത്തിലുള്ള ആളുകളാണ് ഓരോ ദിവസവും ഇത്തരത്തിൽ ഇവരെ വിളിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, താങ്ക് യു സമീർ. എന്തായാലും ഈ സൈബർ സെല്ലൊന്ന് ആക്ട് ചെയ്ത് ഇത് എഴുതി വെച്ച ആളിനെ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. കാര്യം തൊട്ടയലത്തുള്ള ആർക്കെങ്കിലും തോന്നിയ കലാപരിപാടി തന്നെയായിരിക്കും ഇത്.